മറുതലക്കിൽ നിന്നും കേട്ട വാർത്ത എൻ്റെ കർണപടം തുളഞ്ഞു കയറി. തലയിൽ ആരോ ശക്തിയായി അടിച്ച പോലെ ഒരു പ്രതീതി. കണ്ണിൽ ഇരുട്ട് കയറി. കണ്ണുമുന്നിൽ എൻ്റെ ഇച്ഛൻ്റെ മുഖം മാത്രം. ആയാസപ്പെട്ട് കണ്ണുകൾ തുറന്നും മുകളിലെ തൂങ്ങിയാടുന്ന സീലിംഗ് ഫാനാണ് കണ്ണിൽപ്പെട്ടത്. ഞാൻ എവിടെയാണെന്നറിയാൻ ചുറ്റും കണ്ണുകൾ കൊണ്ട് പരതി. മുന്നിലുള്ള ചേറിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന അന്നമ്മ. തൊട്ടടുത്തായി ഷോണുമുണ്ട്. എൻ്റെ നെഞ്ചൊക്കെ എന്തിനോ വേണ്ടി ക്രമാതീതമായി മിടിക്കുന്നുണ്ട്. അരുതാത്ത എന്തോ സംഭവിച്ചൊരു പ്രതീതി. ഞാൻ പോലും അറിയാതെ എൻ്റെ കൈകൾ നന്നായി വീർത്തിരിക്കുന്ന വയറിലേക്ക് പോയി. കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴും മനസ്സിൽ ഒരേ ഒരു മുഖം, എൻ്റെ ഇച്ഛൻ. എടിയേ, നേനടി മിണ്ടാണ്ടിരിക്കുന്നേ. മറുതൽക്കിൽ നിന്ന് ഇച്ഛൻ്റെ കുറുമ്പ് നിറഞ്ഞ ശബ്ദം കേട്ടിട്ടും ഞാൻ കപട ഗൗരവം നടിച്ചു. നിങ്ങൾ കൂടുതൽ മിണ്ടണ്ട കേട്ടോ മനുഷ്യ, എന്നെ പറ്റിച്ചില്ലേ? കെറുവോടെ ഞാൻ പറഞ്ഞു. അപ്പുറത്ത് പൊട്ടിച്ചിരി ഉയർന്നു. എന്തിനാണ് കാല ഇളിക്കുന്നേ? എന്നെ ചൊടിപ്പിക്കാനാണെന്ന് അറിയാമെങ്കിലും കള്ളപ്പിണക്ക് നടിച്ച് ഞാൻ പറഞ്ഞു. എടിപ്പൊണ്ടാട്ടി, നിന്റെ ഇച്ഛന് സമയം കിട്ടാഞ്ഞിട്ട് അല്ലിയോടി കൊച്ചേ. എല്ലേ ഇച്ഛൻ പറന്നു വരത്തില്ലയോ നിന്റെ എൻ്റെ മോൻ്റെ അടുത്തേക്ക്? അത് കേട്ടത് എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എങ്കിലും ഇട്ട വെയിറ്റ് കളയാൻ പാടില്ലല്ലോ. ഓഹോ, അപ്പം നിങ്ങൾ മോനാണ് തീരുമാനിച്ചോ? വീർത്തിരിക്കുന്ന വയറിന്മേൽ കൈവച്ച് ഞാൻ ഇച്ഛനോട് ചോദിച്ചു. അതെന്നാണ് ഇത്ര തീരുമാനിക്കാൻ? മാളിയേക്കൽ തറവാട്ടിലെ സമീർ മാലിക്കിനും മിസ്സസ് ഷാന സമീറിനും ജനിക്കാനിരിക്കുന്നതേ മോനാടി. പേരും ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ എനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം അധിക നേരമൊന്നും ഇച്ഛനെ എൻ്റെ ഒപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും തിരക്കൊഴിയുമ്പോൾ വിളി പതിവാണ്. ഞങ്ങളുടെ പ്രണയത്തിൻ്റെ അംശം എൻ്റെ ഉദരത്തിൽ മുട്ടിയിട്ടപ്പോഴേ ഞാനൊരു ഉമ്മിയായി കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഏതൊരു പെണ്ണും അങ്ങനെയാണല്ലോ. ഞാനിത് ഇച്ഛനോട് പറയാറുമുണ്ട്. എന്നിരുന്നാലും ഇച്ഛനെല്ലാം ഉള്ളിലൊതുക്കുന്ന സ്വഭാവക്കാരനാണ്. ഇച്ഛനും മനസ്സാലെ ഒരു വാപ്പിയായി എന്നുള്ളത് എനിക്ക് എല്ലാത്തിലുപരി സന്തോഷമായിരുന്നു. അതിലുപരി ഇച്ഛൻ്റെ സന്തോഷം. നീ എന്നാടി സ്വപ്നം കാണുവാണോ? ഇച്ഛൻ്റെ ഗൗരവമാർന്ന ശബ്ദമാണ് എൻ്റെ ചിന്തകളിൽ ഉണർത്തിയത്. ഇച്ഛ, ഞാൻ അരുമയായി വിളിച്ചു. അപ്പോഴേക്കും അപ്പുറത്ത് പിരിമുറുക്ക അയഞ്ഞിരുന്നു. എന്നാടി ചോദിച്ച്? കൊഞ്ചലോടെയുള്ള ഇച്ഛൻ്റെ ശബ്ദം കേട്ട് എനിക്ക് ചിരി വന്നു. ചിരിച്ചാൽ തെറിയ അഭിഷേകം കിട്ടുമെന്നുള്ളതുകൊണ്ട് ഞാനതങ്ങ് വിഴുങ്ങി. ഇച്ഛ, മോൻ്റെ പേരെന്നാ? അല്പനേരത്തെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇച്ഛൻ പറഞ്ഞു തുടങ്ങി. എൻ്റെയും നിന്റെയും പ്രണയത്തുടിപ്പാണ് നിന്റെ ഉദരത്തിൽ. നിന്നിൽ നിന്നൊരു മടക്കം എനിക്കോ എന്നിൽ നിന്നൊരു മടക്കം നിനക്കോ ഉണ്ടാവില്ല. റൂഹ് പിരിയുന്ന ഒന്നിച്ചാവണം. എൻ്റെ റൂഹ് നിന്നിലാണ് ഷാനു. നിന്റെ ഉദരത്തിൽ ഉറങ്ങുന്ന എൻ്റെ പൊന്നോമന റൂഹ് മുഹമ്മദ്. റൂഹ്? ഒരു പുഞ്ചിരിയോടെ ഞാൻ പേര് മന്ത്രിച്ചു. ഷാനു, ഡാ, ഞാൻ പിന്നെ വിളിക്കണം. ടേക്ക് കെയർ, ലവ് യു. ഞാൻ എന്തെങ്കിലും പറയും മുന്നേ മറുവശത്ത് കോള് കട്ടായി. അത്രയും നേരമുണ്ടായിരുന്ന സന്തോഷം എങ്ങോ പോയി. എന്തൊക്കെയോ ആലോചിച്ചിരുന്നു മയങ്ങി. എപ്പോഴോ ഫോൺ ബില്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ഉറക്കം വിട്ട് എഴുന്നേറ്റത്. ഇച്ഛനാവുന്ന കരുതി എഴുന്നേറ്റ് ഫോൺ ആവേശത്തോടെ എടുത്തു. എന്നാൽ അൺനോൺ നമ്പരായിരുന്നു. അല്പനേരം സംശയിച്ചെന്ന് ഞാൻ കോൾ എടുത്തു. മറുതൽക്കിൽ നിന്ന് കേട്ട വാർത്ത എൻ്റെ തലയിൽ ആരോ ശക്തിയായി അടിക്കുന്ന പോലെ ആയിരുന്നു. കണ്ണിൽ ഇരുട്ട് കയറി. ഫോൺ കയ്യിൽ നിന്ന് ഊർന്നു പോയി. അറിയാതെ തന്നെ എൻ്റെ കൈ വയറിലേക്ക് നീണ്ടു. എൻ്റെ ഇച്ഛൻ! മയക്കം വിട്ടുമാറി ഞാൻ ചാടി എഴുന്നേറ്റു. നേഴ്സും ഷോണും വന്നെന്നെ അടക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും മനസ്സിൽ ഇച്ഛൻ മാത്രം. മോളെ, നീ ഒന്ന് അടങ്ങിക്കിടക്ക്, ഇങ്ങനെ ബഹളം വെക്കല്ലേ, കുഞ്ഞ് വയറ്റിലുള്ളതല്ലേ. അന്ന പരിഭ്രമത്തോടെ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ അതൊന്നും എൻ്റെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഇച്ഛൻ എന്തി? വിങ്ങിപ്പൊട്ടിക്കൊണ്ട് മാത്രമേ എനിക്കത് ചോദിക്കാൻ കഴിഞ്ഞുള്ളൂ. സെമിക്ക് കുഴപ്പമൊന്നുമില്ല ഷാന, നീ റിലാക്സ് ആവ്. ഷോണും എന്നെ അനുനയിപ്പിക്കാനെന്നോണം പറഞ്ഞു. പിന്നെ എന്താ ഇച്ഛൻ വരാത്ത ഇതുവരെ? ഇച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ടല്ലേ? എനിക്ക് വയ്യെന്നറിഞ്ഞ ഇച്ഛൻ ഓടി വരും. വീണ്ടും വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഷോണും അന്നയെ അവളോട് എന്ത് പറയണമെന്നറിയാതെ ഉഴറി. ഷോണായിരിക്കും അന്നയും ഷാനയുടെ ഉറ്റ തോഴിയാണ്. അതുപോലെ തന്നെ സെമീറും ഷോണും കല്യാണം കഴിഞ്ഞ് 6 വർഷത്തോളമായി. കുട്ടികളില്ല. അതിനാൽ തന്നെ ഷാന ഗർഭിണിയാണെന്ന് അറിഞ്ഞ മുതൽ അന്നയും ഒരുപാട് സന്തോഷവതിയാണ്. അപ്പോഴേക്കും ഷാന കയ്യിലെ ട്രിപ്പ് നീഡിൽ വലിച്ചൂരി എറിഞ്ഞു വയറും താങ്ങിപ്പിടിച്ച് വെളിയിലേക്ക് നടന്നിരുന്നു. ഷോണും അന്നയെ അവിടെ പുറകെ ഓടി. പുറകിൽ നിന്ന് ഓടി വന്നവർ കണ്ട കാഴ്ച. മുന്നിലേക്ക് നോക്കി നിൽക്കുന്ന ഷാന. എന്താണെന്നറിയാൻ അവരും നോക്കി. ഐസിയുവിൻ്റെ വാതിൽ തുറന്ന് സ്ട്രക്ചറിൽ കൊണ്ടുവരുന്ന വെള്ളം പുതപ്പിച്ച ശരീരം. അടക്കി പിടിച്ച കണ്ണീരുമായി ഷോൺ അടുത്തുള്ള ചെയറിലേക്ക് ചാഞ്ഞിരുന്നു പോയി. അന്ന് അടക്കി പിടിച്ച് തേങ്ങി കരഞ്ഞുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരി നിന്നു. അവിടെ എവിടെയായ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ആ കാഴ്ച കണ്ട് അവരെ സഹതാപത്തോടെ നോക്കി നിന്നുപോയി. വിറക്കുന്ന കാലടിയോടെ വയറും താങ്ങി ഷാന സ്ട്രക്ചറിനടുത്തേക്ക് നടന്നു. അടുത്തിരുന്ന നേഴ്സിന് പോലും കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. വെള്ളപ്പുതപ്പ് മുഖത്തുനിന്ന് മാറ്റിയതും ഷാനയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. കണ്ണുനീർ ധാരധാരയായി താഴേക്ക് ഒഴുകി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്ട്രക്ചറിൽ ചേതനയേറ്റ ശരീരമായി കിടക്കുന്ന സമീറിന്റെ മുഖത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടി. വീണ്ടും എന്നെ പറ്റിച്ചു അല്ലേ? കാണാൻ വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ വന്ന് പറയും?
ഇങ്ങനെയാണോ വന്ന് പറയൂ. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ അവന്റെ ചേതനയേറ്റ ശരീരത്തിൽ കുലുക്കിക്കൊണ്ട് അവൾ അലറിക്കരഞ്ഞു. കണ്ടു നിന്നവരുടെ നെഞ്ചു പൊട്ടുന്ന കാഴ്ചയായിരുന്നു അത്. ഉറങ്ങിയല്ലേ, എനിക്കറിയാം. എഴുന്നേൽക്ക്, നമ്മുടെ മോൻ റൂഹ്, അവനെ കാണണ്ട്. എഴുന്നേൽക്ക് ഇച്ച, എഴുന്നേൽക്ക്. അലറിക്കരഞ്ഞുകൊണ്ട് അവൾ ഓരോന്ന് പുലമ്പി. പെട്ടെന്ന് വയറിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ട് അവൾ വയറിൽ കൈവച്ചു. അവളുടെ കരച്ചിൽ കേട്ട് അന്നയും ഷോൺ അവളുടെ അടുത്തേക്ക് പാഞ്ഞു. ഡാ മോളെ, എന്താടാ? കരഞ്ഞുകൊണ്ട് തന്നെ അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ഷോൺ ഡോക്ടറുമായി വന്നിരുന്നു. പെട്ടെന്ന് തന്നെ ഷാനയെ ഒ പിയിലേക്ക് അയറ്റി. അപ്പോഴും ഷാന വേദന കൊണ്ട് പുളയുക തന്നെയായിരുന്നു. അവളെ ഒ പിയിലേക്ക് അയറ്റിയതും സമീറിന്റെ മുഖത്തേക്ക് നോക്കി ഇരുവരും പൊട്ടിക്കരഞ്ഞു പോയി. പെട്ടെന്ന് തന്നെ സമീറിന്റെ ബോഡി നേഴ്സ് അവിടുന്ന് മാറ്റിയിരുന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി കടന്നുപോയി. ഷോൺ അന്നയെ ചേർത്ത് പിടിച്ച് ഒ പിക്ക് പുറത്തിരുന്നു. അപ്പോഴേക്കും വാതിൽ തുറക്കപ്പെട്ടു. ഷാന പ്രസവിച്ചു കേട്ടോ, ആൺകുഞ്ഞാ. ഷോൺ അവിടേക്ക് പാഞ്ഞു. പിങ്ക് ടവലിൽ പൊതിഞ്ഞ പൊന്നോമനെ കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ സമീറിന്റെ മോൻ. ഒരു വേള അവന്റെ മനസ്സ് മന്ത്രിച്ചു. അപ്പോഴേക്ക് അന്നയെ ഓടിയെത്തി. സിസ്റ്റർ ഷാന? അവൾ ചോദിച്ചു. അല്പം ക്രിട്ടിക്കലാ, മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതും പറഞ്ഞ് കുഞ്ഞിനെ തിരികെ വാങ്ങി അവരകത്തേക്ക് പോയി. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അന്ന തറഞ്ഞ് നിന്നുപോയി. അല്പം കഴിഞ്ഞതും ആ വാർത്ത അവിടെ കർണപടം തുളഞ്ഞു കയറി. ഷാനയും സമീറിനൊപ്പം പോയി എന്ന വാർത്ത. നാം തമ്മിൽ തിരിച്ചൊരു മടങ്ങിപ്പോക്ക് അത് സാധ്യമല്ല. നീയില്ലെങ്കിൽ ഞാനോ, ഞാനില്ലെങ്കിൽ നീയോ ഒരു നിമിഷം പോലും ഉണ്ടാവില്ല. 25 വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ അമ്മ, ഞാൻ ഇറങ്ങുവാ. എക്സിക്യൂട്ടീവ് ലുക്കിൽ വെളുത്തൻ ജിംബോഡിയൊക്കെയായി സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ ബൈക്കിലേക്ക് കയറി. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഡാ, സൂക്ഷിച്ചു പോയിട്ട് വരണം. ഷോൺ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അതിനവനൊരു ഇളി പാസ്സാക്കി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പാഞ്ഞു. ഡേ അന്നമ്മോ, എനിക്കൊരു ചായ. ഷോൺ അടുക്കളയിലേക്ക് നോക്കി നീട്ടി വിളിച്ചു. അല്പനേരം കഴിഞ്ഞ് അന്ന ചായയുമായി ഷോണിന്റെ അരികിലേക്ക് വന്നു. ഷോണിങ്ങോ നോക്കിയിരിക്കുകയായിരുന്നു. അവൾ അങ്ങോട്ടേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. ചുമരിൽ തൂക്കിയിരിക്കുന്ന ഫോട്ടോ ഫ്രെയിമിൽ പുഞ്ചിരി തൂവി നിൽക്കുന്ന സമീറും ഷാനയും. ഇരുവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. അവൻ പറഞ്ഞ ശരിയാന്നമോ, അവരുടെ പ്രണയത്തിൻ്റെ അംശമാണവൻ. അവരുടെ റൂഹ് മുഹമ്മദ്. നമ്മുടെ ഷാനയുടെയും സമീറിൻ്റെയും റൂഹിൻ്റെ പാതി നമുക്കുള്ള അവരുടെ സമ്മാനം. പള്ളിമുറ്റത്ത് ബൈക്ക് വെച്ച് റൂഹ് കബറിങ്ങിലേക്ക് നടന്നു. ദൂരം കുറയുന്നതിനനുസരിച്ച് ഒരിളം നനുത്ത കാറ്റ് അവനെ ചുംബിച്ച് കടന്നുപോയി. ഷാനയുടെയും സമീറിൻ്റെയും കബറിന് മുമ്പിൽ നിന്ന് അവൻ ഉറ്റുനോക്കി. ഉമ്മി, വാപ്പി, മിസ് യു ലോട്ട് ആൻഡ് ഐ ലവ് യു. അവൻ മെല്ലെ വിളിച്ചു. പെട്ടെന്ന് തന്നെ നനുത്ത കാറ്റ് അവനെ പൊതിഞ്ഞു. നിറപുഞ്ചിരിയോട് അവൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. ഇത് കണ്ടെന്നോണം മേഘക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഷാനുവും സെമിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അതൊരു ഇളം തെന്നലായി അവരുടെ റൂഹിലേക്ക് പടർന്നു.